ഈ ചെക്കൻ അവിടെ പോയി നീ അടക്കിയില്ല പറ്റിയില്ല പോലെയൊന്നുമില്ല. ഈ ചെക്കനാ ഇവിടെ എന്തല്ലെന്നാ എന്താ ചീർണേ? എന്താ വല്യമ്മ നോക്കിന്റെ പേരല്ലേ നരച്ചേരെന്ന് വെച്ചു. ഇത് എവിടെ പോയി കിട്ടിയായിരുന്നു? ഈ ജീവി അടക്കിയില്ല പറ്റിയില്ല നീയൊക്കെ കുത്തിക്കൊണ്ട. അല്ല വല്യമ്മ, ഞാനിങ്ങനെ ഇങ്ങനെ അടക്കി കുത്തി നടന്നാൽ മതിയാ? എനിക്ക് പെണ്ണൊന്നും കെട്ടണ്ടേ? കേട്ടടാ എനിക്ക് കെട്ടണോ? അല്ല വല്യമ്മ, നീ എന്റെ പന കൊണ്ട് എത്രാം വയസ്സിലാ പെണ്ണെട്ടിച്ചത്? മോനന്ന് 15 വയസ്സ് പോകുമ്പോ എനിക്ക് കേക്കടാ. മതി എനിക്ക് കേക്കണ്ട. എന്റെ വാപ്പന്ന് 15 വയസ്സിൽ പെണ്ണെട്ടിക്കണമെന്നുണ്ടെങ്കിൽ 15 എനിക്കിന്ന് 31 വയസ്സായി. 2 കെട്ടണ്ട നേരെ എനിക്ക് ഇന്ന് ഇതിലൊരു തീരുമാനമാണ്. വല്യമ്മ വാപ്പത് അല്ല വാപ്പേ, നിങ്ങൾ എന്താ പിന്നെ കൊണ്ട് കണ്ടിട്ടുള്ളത്? മണ്ണാന്റെ മൂരി പൂട്ടാതെ തന്തായ മാതിരി പിന്നെ നിങ്ങൾ തന്താക്കാനുള്ള പരിപാടിയാ. എനിക്ക് ഇന്ന് ഇതിലൊരു തീരുമാനം അറിയണം. എനിക്ക് എന്റെ കൊണ്ടടിച്ചാ എന്റെ അമ്മോന്റെ മോളെ എപ്പം നോക്കിച്ച്? ആ പെറ്റ അമ്മോന്റെ മോളെ എനിക്ക് കെട്ടിച്ചെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് വേറെ പെണ്ണിട്ടിച്ചെന്നാണ്. എന്റെ ഒപ്പം ഉള്ളവർക്ക് 2-3 കുട്ടികളെ. അമ്മോനെ ഒരൊറ്റ മോളുള്ളോ? അത്യാവശ്യം സാമ്പത്തികം കൊണ്ട് ഇഷ്ടമാതിരി സ്വക്കണ്ടേ? വാണിജ്യ പെണ്ണ് കെട്ടാൻ നോക്ക്. അതൊക്കെ എനിക്കുള്ള തന്നെയാണ്. കുറെ കാലമായി ഇത് പറയാൻ തുടങ്ങി. അമ്മോനാണെങ്കിൽ കെട്ടിച്ചും തരില്ല. എനിക്ക് കിട്ടിയ ബാപ്പി നന്ന്, അമ്മോനും നന്ന്. എല്ലാം ഉണ്ട് അമ്മോന്റെ മക്കളെ ലബ്ബാക്കണേ. ഈ ചെക്കൻ അതിനും പറ്റൂല. എന്റെ അമ്മോന്റെ മനസ്സ് മാറിയാലേ എനിക്ക് കുഞ്ഞോളെ കെട്ടിച്ചത് ജയിലിലെ പണിയൊക്കെ. ഇനിയിപ്പോ എന്ത് പണി നമ്മൾ ചെയ്യാ? അല്ല നമ്മൾ കൂടോത്രം ചെയ്താലോ? എന്റെ അമ്മയോട് ഒന്നും കേൾക്കൂല. അല്ലെങ്കിൽ ചെറിയ പൊട്ടനാണ്. ഞാൻ കൂടോത്രം തിരിച്ചെന്നാലേ എനിക്ക് ബുദ്ധിമുട്ടാവും. ഇനിയിപ്പോ എന്താ ചെയ്യാ വാപ്പ? അതിനൊരു പണിയുണ്ട്. ഞാൻ തുണിപ്പോ മാറ്റിക്കാണ്ട് കുറച്ച് മണ്ണെണ്ണ അടിച്ചിട്ട് വാ. എന്തിനാ മണ്ണെണ്ണ? അമ്മനെ തീ കൊടുക്കാനാ? എനിക്ക് പെണ്ണിട്ട് അത് ജയിലിൽ പോയി കൊടുക്കാൻ പറ്റൂല. ഈ മണ്ണെണ്ണ അടിച്ചിട്ട് വാ, പൈസ ഉണ്ടായിത്തറ. അല്ല വാപ്പ, ഇതിന്റെ തല്ലി വെച്ചാൽ അത് നിങ്ങളെ തല്ലില്ല. എന്റെ തലയില് ആ അത് ശരി. മോനക്കൊരു പെണ്ണെട്ടിച്ചാതെ മണ്ണെണ്ണ ഒഴിച്ചാണ്ട് തീ കൊളുത്തുള്ള പരിപാടിയാണല്ലേ? അത് നടക്കൂലട്ടാ. നിക്ക് ഞാൻ പറഞ്ഞു ശ്രദ്ധിച്ച് കേക്ക് നിക്ക. ഞാൻ പറഞ്ഞ പുതിയ കേക്ക. ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ച് കേക്ക്. ഈ മണ്ണെണ്ണ നിർത്തിയാണ്ട് കർമ്മ ചെയ്യാണ്ട് ഇച്ച കുഞ്ഞോളെ കെട്ടിയതിന് ഞാനിപ്പോ തിരിച്ചു കൊടുത്താണ്ട് മരിച്ചു വരാം. അപ്പ എന്റെ അമ്മോണ് എന്റെ കുഞ്ഞോളെ കെട്ടിയ. ഇത്ര ഐഡിയ ഈ തലയിലുണ്ടായ ഇതെന്താ ഞാനിങ്ങനെ ആയത്? ഏതായാലും അപ്പൊ ഐഡിയ ഏതായാലും നടക്കും. ഇതെന്തായാലും പാപ്പ കറക്റ്റ് ഐഡിയ ആണ്. ഇതിലെന്തായാലും അമ്മ പോകും. ഇൻഷാ അല്ലാഹ് ഞാൻ ഹണിമൂണിന് പോകുമ്പോ എന്റെ ബാപ്പാനെ ഞാൻ കൊണ്ടുപോയിക്കൊണ്ട്. എന്നാ ബേ നോക്കി ഉമ്മ വരുമ്പോ തീരുമാനം ഉണ്ടാക്കണം. പ്രശ്നം എന്തിനാ വിളിച്ചു തന്നെ? എന്താണ് എന്താ പ്രശ്നം? ബാല ഒന്ന് വേറെ വന്നാ ഇതോ മരിച്ചാൻ നിൽക്കണേ, തിരിച്ചു കൊടുക്കാൻ നിൽക്കണേ. ഒരമ്മോനെ പോയി കൂട്ടി കൊടുത്താ എന്നാലും പോയി പരിഹാരം ഉണ്ടാവുള്ളൂ. വേഗം ചെല്ല്. ആ അത് ശരി, നിങ്ങൾ തീ കൊടുക്കാൻ നിൽക്കുക. ഇതിപ്പോ ഞാനുണ്ടല്ലോ വയറിലാക്കൂട്ടാ. ഹലോ ഗൈസ്, ഇയാളിപ്പോൾ ആത്മഹത്യ ചെയ്യാൻ നിൽക്കുകയാണ്. തീപ്പെട്ടി എടുത്ത് നിൽക്കുന്നുണ്ട്. ഇപ്പൊ തീ കൊളുത്തും മൂപ്പരാൾ ഇപ്പൊ തീ കൊളുത്തും. ഇത് തീ കൊളുത്തണേ. ഇയാളുടെ കഥാപ്രസംഗം പറഞ്ഞാണ് നിൽക്കണേ. എന്നോടല്ലടാ ബാലാപ്പന്റെ അമ്മോനെ വിളിച്ചോണ്ടാ പറഞ്ഞു. വേഗം ചെല്ലടാ.
ഞാൻ ഇത് വൈറലാക്കും തീ കൊടുക്കല്ലിട്ടാ ഞാൻ വന്നിട്ട് തീ കൊടുക്കാം. കാക്ക അവിടെ നിക്കി എന്താ കാര്യം? എനിക്കതിച്ചിട്ട് പറയാൻ പറ്റാ. ആയിക്കോട്ടെ, ഞാൻ അങ്ങാടി പോയിട്ട് അങ്ങനെ വരാം. ഈ കഥപ്പൊക്കെ മാറ്റി അവിടെ നിൽക്ക്, അപ്പൊ പറയാം. കാക്ക അവിടെ നിക്കി. നിങ്ങളെ പെങ്ങളെ മോന് ജംസീറ് തീ കൊളുത്താൻ നിൽക്കിട്ട് മണ്ണെണ്ണൊക്കെ മേത്തേക്ക് വെച്ചിട്ട്. എന്റെ പെങ്ങളെ മോൻ ജംസീറോ? ആ മാർക്ക് അല്ലോ അപ്പ ആ പണ്ടാറ് അമ്മ വരൂലേ? എന്തായാലും വരാൻ പറഞ്ഞടാ. എന്നോട് വലിയ സ്നേഹമാണ്. അമ്മ വരാതിരിക്കൂല. ഈ മണ്ണെണ്ണൊക്കെ കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ തല ചുട്ടിരിട്ട് വെക്കാം. വെളുക്കാൻ തെച്ച് പാണ്ടാവോ? അമ്മോൻ വെച്ചടാ. തീ കൊടുത്തില്ലല്ലോ. ആ ബാലനല്ലേ വരണ്ട്. അമ്മൂൻ്റെ കിട്ടോ? അമ്മൂൻ്റെ ഈ എടാ ഈ മണ്ണോട് വെച്ചോ, ഞാൻ പിടിച്ചോളാം. അമ്മ വെച്ചോട്. പൊന്നാരല്ലേ എന്റെ ചെക്ക മണ്ണോട് വെച്ച് തിരിച്ചു കൊടുത്ത് മരിച്ചാണ്ടിരിക്കണ അല്ലയാ. വീട് നോക്കാച്ചി ഒന്നിന്റെ മണ്ണ. ജംസീർ, എന്താ എന്റെ പ്രശ്നം? എനിക്ക് നിങ്ങളെ കുഞ്ഞുങ്ങളെ വെട്ടിച്ചേർന്നില്ല. എനിക്ക് ജീവിച്ചു കൊടുക്കണ്ട. ഞാൻ ഈ മണ്ണെണ്ണ വെച്ചുകാണ്ട് തീ കൊട്ടി ചാവാൻ പോവാ. ഇതാണിപ്പോ അല്ലയാ അവന്റെ പ്രശ്നം. അത് നിങ്ങളെ തീരുമാനപ്പെടുത്തി. അതാണ് എന്റെ പ്രശ്നല്ലേ. ഇപ്പൊ മരിച്ചാലും നിൽക്കണ്ട, നമ്മുടെ തീരുമാനം ഉണ്ടാക്കാം. ഞാൻ ഇപ്പൊ വരാം, അവിടെ നിൽക്ക്. അമ്മോൻ്റെ ഏതായാലും പേടിച്ചേക്കനെ. ഇതെന്തായാലും നടക്കൂട്ടാ. വെറുതെ അല്ല, അമ്മേനോട് ചോദിച്ചാലോ തോന്നുന്നു. അമ്മനെ അങ്ങോട്ട് പോയിക്കണം. കുഞ്ഞോളെ എനിക്ക് കിട്ടൂലേ? അമ്മോൻ്റെ പറ്റ അമ്മ നിൽക്ക്. ആഹാ, എനിക്ക് കുഞ്ഞോളെ കെട്ടിച്ചേരണല്ലേ? എന്താ പഴയ ചൂട്ടിട്ടവന്? എത്താണ് നിങ്ങൾ കാട്ടണേ? മറ്റേ കഥ അളിയാ. ഞാൻ കത്തിച്ചാൻ വരാണ് വേറെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. രണ്ടാളെ പിരാന്ന് ഞാൻ മതി തരാം. നിങ്ങൾ എന്റെ തീ കൊട്ടാൻ കണ്ടതാ. നിങ്ങൾ കൊലപാതകത്തിന് ഉത്തരം പറഞ്ഞു തരും. നിങ്ങളെ രണ്ട് പൊട്ടന്മാരെ കത്തിച്ചിട്ട് ഞാൻ ജയിലിൽ പോകണേന് പോയിക്കോട്ടെ. മണ്ടിക്കാണ്ടാ കൊളത്തിച്ചാടി തളിച്ചടാ. എടാ പുടിച്ചു നട്ടാ. എടാ അവിടെ പുടിച്ചില്ല. രണ്ടാളും അവിടെ കിടന്ന് മണ്ണെണ്ണ വെള്ളം കുടിച്ച്. പക്ഷെ ബുദ്ധി വെക്കാൻ നല്ലതാ. ഇതിന്റെ വാപ്പ ഇങ്ങനത്തെ വല്ല ഇത് കേറാൻ നോക്കി പോലെ